ഇന്നുച്ചയ്ക്ക് ഒരാളെ ഉറക്കാൻ കിടത്തിയപ്പോൾ അമ്മയെ ഒരുക്കാമെന്ന് പറഞ്ഞ് കുറേ പൗഡറൊക്കെ വാരി എൻ്റെ മുടിയൊക്കെ ചീകി കളിച്ച് കളിച്ച് ആളെങ്ങനെ ഉറങ്ങിപ്പോയി. അങ്ങനെ ആളെ ഉറക്കിയതിന് ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയിടാം, വീടൊക്കെ ഒന്ന് അടിച്ചു വാരി ഇടാമെന്ന് ഓർത്താണ് ഞാൻ എണീറ്റത്. കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ എണീറ്റേ. എല്ലാ ദിവസവും ആളെ ഉറക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് കിടക്കുകയും എന്നിട്ട് പിന്നെ ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എണീക്കും. അങ്ങനെ കിടന്ന് ഉറങ്ങാറില്ല. ഈ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതാണ് ബെസ്റ്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇവിടെയുള്ള ആളെന്ന് പറഞ്ഞാൽ അങ്ങനെ കളിപ്പാട്ടങ്ങളൊന്നും വലുതായിട്ട് വലിച്ചു വാരിയിടുന്ന ഒരാളല്ലേ, എന്നാലും കുറച്ചൊക്കെ കാണും ഒന്ന് ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൈയിടനെ തന്നെ ഒന്ന് അടിച്ച് വാരിയിടാമെന്ന് വിചാരിച്ചേ. കഴിഞ്ഞ ദിവസം ഞാൻ തുടങ്ങി വെച്ച ടി വി സ്റ്റാൻഡിൻ്റെ പെയിൻ്റ് അടിക്കലില്ലേ, അതിന്ന് ഉച്ചയ്ക്ക് കുറച്ചൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ പണികൾ അരമണിക്കൂറിനകത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു അരമണിക്കൂർ അതിന് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കിന്ന് പെയിൻ്റ് അടിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്നൊരു ഓർമ്മയുണ്ട്. എൻ്റെ കല്യാണ സമയത്ത് എൻ്റെ വീട് പെയിൻ്റ് അടിച്ചത് അച്ഛനാണ്. അപ്പോൾ അച്ഛൻ്റെ കൂടെ അന്ന് കയ്യാളായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് ഞാനും അനിയനുമായിരുന്നു. അതുകൊണ്ട് തന്നെ പെയിൻ്റടി എനിക്ക് കുറച്ച് വശമുണ്ട്, പക്ഷേ ഭയങ്കര വശമല്ല. ഓരോ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഒരു പ്രൊഫഷണൽ പെയിൻ്റ് അടിക്കുന്ന ആളും ഞാനടിച്ച പെയിൻ്റടിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എന്നാലും പെയിൻ്റ് അടിച്ചപ്പോൾ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ. പിന്നെ ഇങ്ങനത്തെ ലൊട്ട് പണികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനീ നിൽക്കുന്നതിൻ്റെ മുകളിൽ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. ടെറസിൻ്റെ അടുത്തൂടെ ആയതുകൊണ്ട് ഭയങ്കര ചൂടാണ്, നിൽക്കാൻ പോലും പറ്റൂല. ഒരു 4 മണി കഴിഞ്ഞാൽ ഇത്തിരി തണുത്ത് തുടങ്ങുകയും. അതുകൊണ്ട് ഞാനൊരു അരമണിക്കൂർ മാത്രമാണ് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും കുറച്ച് പോർഷൻ മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ബാക്കി നാളെ വല്ലതും ചെയ്യാമെന്ന് വിചാരിച്ചേ. അങ്ങനെ വൈകിട്ട് ഇന്ന് നമ്മുടെ ഇവിടെ പുട്ടും ഉരുളക്കിഴങ്ങ് കറിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതിൻ്റെ പടി 2 അടുപ്പിലായിട്ട് നടക്കുമായിരുന്നു. പിന്നെ ഞാൻ വിളക്കൊക്കെ കത്തിച്ചു. നമ്മൾ ഫ്രിഡ്ജ് വൃത്തിയാക്കിയിട്ട് ഇന്നാണ് ഞാൻ മലക്കറി വാങ്ങിക്കാനായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൊണ്ടുവന്ന കൈയുടനെ തന്നെ അതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചേ. ഇതാണ് നമ്മുടെ ഇവിടെ 100 രൂപയുടെ കിറ്റ്. കുറച്ച് മലക്കറി വാങ്ങിയാൽ മതി, 100 രൂപയുടെ കിറ്റ് വാങ്ങിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം എന്തായാലും ഒരാഴ്ച കഴിയുമ്പോൾ ഓണമായല്ലോ, അപ്പോൾ ഫ്രഷായി വാങ്ങിക്കാമെന്ന് വിചാരിച്ചേ. ഞാനിപ്പോഴും ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്യുന്നത് നമ്മുടെ വെള്ളരിക്ക, കത്തിരിക്ക, ക്യാരറ്റ് അതേപോലുള്ള മലക്കറികളെല്ലാം വെജിറ്റബിൾ ബോക്സിനകത്തിടും. പിന്നെ തക്കാളി, പച്ചമുളക്, ഇഞ്ചി അങ്ങനെയുള്ള ഐറ്റം പ്രത്യേക ഒരു ബോക്സിനകത്താക്കി വെക്കുകയും വെണ്ടയ്ക്കയുടെ തലയും വാലും കൂടെ മുറിച്ചിട്ട് മൊത്തത്തിൽ ഞാനൊരു കവറിനകത്താക്കിയാണ് വെക്കാറുള്ളത്. പിന്നെ ഇന്ന് തോരന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ചീനിയാമരക്കയും നമ്മുടെ അച്ചങ്ങ പയറും ക്യാരറ്റും ആയിരുന്നു. അപ്പോൾ ഞാൻ അച്ചങ്ങ പയറും ചീനിയാമരക്കയും അതേപോലെ തന്നെ സെപ്പറേറ്റ് കവറുകളിലാക്കിയാണ് വെക്കാറുള്ളത്. പിന്നെ കരിവേപ്പില ഞാൻ കഴുകാതെ അതിനൊന്ന് ഇരുത്ത് കവറിലോട്ട് മാറ്റിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ബോക്സിലാക്കുകയാണ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ കേടായി പോവും. അതേപോലെ മല്ലിയില. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.